എന്തൊക്കെയാ ഈ കൊച്ചല്ലിക്കരയിൽ നടക്കുന്നേ? എന്നാലും ഉമ്മ, ബട്ട് ഹൗ? അതിപ്പോ മനസ്സ് വെച്ച് ആർക്കാണെങ്കിലും ഉമ്മാക്കാം. വാട്ട്? താൻ എന്തൊക്കെയായി പറയുന്നേ? എടാ, തന്റെ പെങ്ങളാടോ ഈ കേസിൽ പെട്ട് കിടക്കുന്നത്. എന്നിട്ട് നാണല്ലേ വിചേട്ടാ? ഷെയിം ഓഫ് യു വിചേട്ടാ, ഷെയിം ഓഫ് യു. ശ്രീലു, നീ ബാക്കി പറ. ഇനി എന്തോന്ന് പറയാ? എല്ലാം കഴിഞ്ഞില്ലേ? ഓ, കഴിയാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഉഷ ചേച്ചി കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെ ഏട്ടനെ എടുക്കാനില്ലായിരുന്നു. ഉള്ള മാനം കൂടി പോയേനെ. വാട്ട് യു മീൻ? ഇത്രയൊക്കെ പ്രശ്നമായിട്ട് നിനക്ക് വാട്ടി മീനാണോ തീയെ വേണ്ടത്? ഓ ശ്രീലു, യു സോ ക്രീപ്പി. യാ, ഐ നോ ഐ ആം ഫ്രീക്കി. ഹർഷേച്ചി, ബാക്കി കഥ പറഞ്ഞു കൊടുക്ക്. ഇനി അവളോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ യുദ്ധാവും. ഇവിടെ രാവിലെ തന്നെ ചന്ദ്രമഴ ഊർമിളാദേവിന്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ വരൂന്ന്. ഇനി അവളുടെ വേഷത്തിന് പറഞ്ഞു. അവളുടെ വേഷം എന്തും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ പോലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ചത് നീ ഉൾപ്പെടെയുള്ള ഇവിടെ നിൽക്കുന്ന ആളുകളല്ലേ? ദിയെ, ഇങ്ങ് വാ. ദിയക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഈ എക്സ്ട്രാ ഓർഡിനറികളൊക്കെ എന്താ ചെയ്തു വെച്ചേക്കുന്നതെന്ന്. എക്സ്ട്രാ ഓർഡിനറി? യു മീൻ കഴിവേറി? എന്നാലും ഹർഷേച്ചി കഥ പറയാൻ പോവല്ലേ? എന്റെ ഭാഗമൊക്കെ ഒന്ന് സെൻസർ ചെയ്തിട്ട് പറഞ്ഞേക്ക്. ഇവിടെയുള്ള കുടുംബി ചേച്ചികൾ വരെ അറിയാത്ത രഹസ്യങ്ങളാ. അത് ശരിക്കും അങ്ങനെയല്ല. ഇതെന്തൊക്കെ ആരുന്നേ അബിയേട്ടാ? ക്യാ ഹുവാ തുമാരാ ഗാഡിക്കോ? കുച്ച് നെയ്. നമ്മുടെ സ്ഥലത്തെത്തി. സത്യം പരമാത്രം. ഫാന്റാസ്റ്റിക് ബോംബ്ലാസ്റ്റിക് ഇലാസ്റ്റിക് ആയിട്ടുണ്ടല്ലോ. അലബി, ഇതെന്താ ഇലഞ്ഞിക്കര? നമുക്ക് ചെറുക്കിലേക്കല്ലേ പോണ്ടത്? അതെവിടെ തന്നെയായോ? പ്ലാൻ പ്രകാരം നമ്മൾ ഇവിടെയല്ലേ എത്തേണ്ടത്? ചെറുക്കിൽ ആരുമില്ല ആനന്ദേട്ടാ. ഇവിടുത്തെ പെണ്ണാണെങ്കിലും നിങ്ങളുടെയൊക്കെ വരവും എല്ലാം കൂടെ ആയിട്ട് ചെറുക്കിലുള്ളവരും മുഴുവൻ ഇലഞ്ഞിക്കരയാണ്. എല്ലാരും ഉണ്ട് അവിടെ. വല്യമ്മാവനും വല്യമ്മായിയും എല്ലാരും. എന്തരുത്? അവരുടെ വല്യമ്മാവനും വല്യമ്മായിയും എവിടെ ഉള്ളതിന് നിങ്ങൾ എന്തിനാ മിസ്റ്റർ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? എന്റെ പൊന്നു കൊച്ച, അവരുടെ വല്യമ്മായും വല്യമ്മാവനും എന്റെ പാരന്റ്സ് ആടി. അതിനിപ്പോ എന്നാ പാരന്റ്സ് എന്ന് പറയുമ്പോ? എന്താ? അതൊന്നുമില്ല. പെട്ടെന്ന് ഇവിടെ അവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ചെറിയൊരു അത്ഭുതാനന്ദ പരിവേശം അല്ലേ ആത്മി? എന്തോ അതൊക്കെ ആണെന്ന് പറ കുറിപ്പേ. എന്നാ എല്ലാരും ഹോളില് കാണും. എല്ലാവരും നോക്കിയിരിക്കോ? നിങ്ങളെ ഫ്രണ്ടില് നടന്നു. ഞങ്ങളിതോ ഇപ്പൊ വരാം. ഭദ്ര, ഒന്ന് അവിടെ നിക്കോ? എന്റെ അയ്യോ, അതൊന്നുമില്ല. കുറച്ച് ലേഡീസ് ടോക്ക് ആണ്. അബിയേട്ടൻ ഫ്രണ്ടില് നടന്നോ? ഓ, എന്നാ ആനന്ദേട്ടാ ഞാൻ ഷൂ ഇരിക്കോട്ടെ, നീ നടന്നോ? ഓക്കെ. അല്ല, നടന്നോളാൻ പറഞ്ഞതാ. മാഡം, അയാളതാ കേറി പോന്നു. മിസ്റ്റർ ലൂക്ക, എനിക്ക് കണ്ണ് കാണും. ഇനി ടൈം വഹിക്കാനില്ല. അതിങ്ങെടുക്കും. ഏത് മാം? ഓഫ് കോഴ്സ്, മേരെ ബൈനോക്കുലർ. അതില്ലാതെ ഞാൻ എങ്ങനെ ടാർഗറ്റിനെ കാണും? ഹിയോ മാം. തുടങ്ങട പൂരം അടിപൊളി, നീ പുതിയൊരു താരം. അടി കണ്ടോ, അത് കണ്ടോ, അതിവേഗം കണ്ടോ. ഗോഡ്, അവൻ കേറിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? മാം? വേറെ എന്ത് ചെയ്യാൻ? ഇനി അവൻ പുറത്തിറങ്ങുന്നത് വരെ കാത്തിരിക്കണം. നമ്മുടെ സീക്രട്ട് ഓപ്പറേഷൻ ഒന്നും അവൻ അറിയരുത്. മാം, നമ്മൾ ഇത്ര സീക്രട്ട് ആയിട്ട് പ്ലേസിലൊന്നും നിരീക്ഷിച്ചാൽ അവൻ എങ്ങനെ അറിയാനാണ്? നോ ചാൻസ്. സീക്രട്ട് പ്ലേസ്? ഇത് സീക്രട്ട് പ്ലേസ് ആയിരുന്നു? അതെ, തീർച്ചയായും. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സീക്രട്ട് പ്ലേസ് ആണ്. ഓ ഷീറ്റ്, നമ്മളെ പറമ്പിന്റെ ഉടമസ്ഥൻ കണ്ടുപിടിച്ചു മാം. എസ്കേപ്പ്. നമ്മൾ അവിടുത്തെ സീക്രട്ട് ആയ സ്ഥലം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അയ്യേ, കണ്ടവന്റെ പറമ്പായിരുന്നു നിന്റെ സീക്രട്ട് പ്ലേസ്? അല്ല, സോറി മാം, ഒരു കയ്യബദ്ധം, നാട്ടിക്കരുത്. ഇനി ശരിക്കും സീക്രട്ട് പ്ലേസ് കണ്ടുപിടിച്ചിട്ട് മാഡത്തിന് അങ്ങോട്ട് കൂട്ടുന്നുള്ളൂ. കണ്ടുപിടിച്ചിട്ട് വരാം മാഡം. ഓ, ഈ കഴിവേറി. എന്നെ കൂടെ കൂട്ടിട്ട് പോടാ. എന്റെ കൂടെയൊന്നു വാ, ഈ മനസ്സിലെ രഹസ്യങ്ങൾ എന്ന് ചൊല്ലാം. അപ്പൊ പറയൂ ഗൂസ്, എന്ത് ബുദ്ധിപരമായ നീക്കത്തിന് അഭിനന്ദിക്കാനാണ് നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്.
ഓ പ്ലാൻ മൊത്തം അറിഞ്ഞിട്ട് നീ എന്തേടി കാണിച്ചു വെച്ചിരിക്കുന്നത്? പണപോലെ നീ ഇവിടെ ഉണ്ടായിട്ട് ആ ചെറുക്കിലുള്ളവർ ഇറങ്ങി കയറ്റുന്നത് നീ എന്തേടി തടയാഞ്ഞ്? തടയുന്നത് പോട്ടെ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരു സൂചനയെങ്കിലും നമുക്ക് തരുന്നത്. പ്ലാൻ മൊത്തം അറിഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി പറ്റാ, വളരെ മോശം. എന്തൊക്കെ ഓപ്പണായിട്ടാ താങ്കളെ പറയുന്നത്? ഏത് പ്ലാൻ? എന്ത് പ്ലാൻ? ഇവിടെ വന്ന് ഗാദേച്ചിനെ കണ്ട് സംസാരിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറ്റി സെറ്റിമസ് ആവുന്നതിന് ചെറുക്കിലുള്ളവര് ഇലങ്ങിക്കാരുണ്ടായ എന്താ പ്രശ്നം? What? എന്ത് കുട്ടാ നീ ചിരിക്കുന്നേ? ചിരിക്കല്ല മിസ്റ്റർ, ഐ ആം ക്രൈയിങ്. ഈശ്വര, You. എത്രാമത്തെ യുവായത്? You. പോരട്ടെ. You cheat. You bloody cheat. നേരത്തിലെ ഡയലോഗ് അടിച്ചോണ്ട് നിൽക്കാതെ എന്താ കാര്യം പറയുന്നുണ്ടോ രണ്ടും? അതായത് കുട്ടി ഭദ്ര, you can call me Bhadra. Well, Miss Bhadra, this guy have made a big mistake. And of course, you guys are in a big pit right now. എന്തുവാന്ന്? അതായത് അങ്ങനെയുള്ള പൊട്ടത്തരം മൊത്തം കാണിച്ചു വെച്ചിട്ട് നമ്മളിപ്പോ കുഴി ചാടി കിടക്കുകയാണ്. ഓ, നീ പറയുന്നത് കേട്ടാ ഞാൻ എന്തോ ചിന്തിക്കാതെ വലിയ മിസ്റ്റേക്ക് ചെയ്തു വെച്ച പോലെ ഉണ്ടല്ലോ. Of course, അനന്തപത്മനാഭൻ, താങ്കൾ അത് തന്നെയാണ് ചെയ്തത്. ഹലോ, നീ വിചാരിക്കുന്ന പോലെയല്ല. പ്ലാൻ മുഴുവൻ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നാലും ഭദ്ര പോയിട്ട് അവളുടെ അടുത്ത് ചെറുവിരല് പോലും നമുക്ക് വേണ്ടി അണങ്ങൂലായിരുന്നു. എന്ന് ആര് പറഞ്ഞു? എന്നാര് പറഞ്ഞു? പ്ലാൻ എന്ത് കോക്കനട്ടായിരുന്നാലും എന്റെ അടുത്ത് കൂടെ പറഞ്ഞിരുന്ന ഞാൻ നല്ല കട്ടയ്ക്ക് കൂടെ നിക്കത്തെ ഉണ്ടാകുമായിരുന്നുള്ളൂ. ആ കേട്ടോ, ഉണ്ടാകുമായിരുന്നു. Don't underestimate the common of a power girl, mister. എന്ത്? Power of a common girl അല്ലേ ചേച്ചി? അങ്ങനെയും പറയാം. അല്ല, ശരിക്കും പ്ലാൻ എന്താ? I'll explain, Badruse. It was actually unique for your plan. ഡോണ്ടു പറയരുത്. ചങ്ങായി പോവായിരുന്നു. ഞാൻ പറയും. ആക്ച്വലി ബേസിക്കലി ഫിസിക്കലി ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ വളരെ വലിയ പ്ലാൻ ആണ്. എന്റെ ഈ തലയിൽ ഉദിച്ച വലിയ പ്ലാൻ. ബട്ട് ബദ്രൂസെ, ഈ പ്ലാനിന്റെ പവർ പോയിന്റ് എന്ന് പറയുന്നത് ബാലസംഘമാണ്. ബാലസംഘോ? യു മീൻ മറ്റേ പിള്ളേരുടെ പരിപാടി? അത് തന്നെ, ബേബീസിനെ മേക്കുന്ന പരിപാടി. ഓ, ബാലസംഘത്തിലെ പിള്ളേരെയൊക്കെ മേക്കാൻ ഭയങ്കര പാടാണ്. ഇവിടുത്തെ ബാലസംഘത്തിന്റെ സെക്രട്ടറി ഹരിയേട്ടൻ ചക്രശ്വാസം വലിക്കുന്ന ഞങ്ങളൊക്കെ കാണുന്നതാ. നിങ്ങളൊന്നും കാണണം. അല്ല, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അവിഹിതം. ഓ, മതി അവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുത്തത്. അവരൊക്കെ അവിടെ കാത്തിരിക്കാവും. വായിങ്ങട്. അതിന് ഞാൻ പറഞ്ഞു തീർന്നില്ല. പറഞ്ഞിടത്തോളം ധാരാളം. ഇനി നീ വാതറന്ന പല ഹിറ്റ് എടുത്ത് നിന്റെ അണ്ണാക്കിലടിക്കുന്നു. No, I have to explain. Badru says since Anandatan's parents are here, Balasangam plan is postponed. എന്നാലും അതും ഇതും തമ്മിൽ എന്താ ബന്ധം? പ്ലാൻ ഡ്രോപ്പ് ആക്കിയില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിരക്ക് കാണിക്കുന്നേ? നിന്റെ മറ്റവനെ കെട്ടിക്കാൻ. അയ്യടാ, അവനെ താൻ കെട്ടിക്കൊന്നും വേണ്ട. എന്റെ ഫോബിയ മാറിയിട്ട് ഞാൻ അവനെ കേട്ടു. അതിനവനെ നിന്നെ കൊണ്ട് കെട്ടിക്കുന്നെന്ന് ആര് പറഞ്ഞു? അവനെ വേറെ വല്ല നല്ല പെൺപിള്ളേരെ കൊണ്ട് കെട്ടിക്കും. What? You bloody Gramavasi? ആനന്ദൂട്ടാ, ആരായത്? മുത്തശ്ശിയാ. ഇതാണോ? അതെ. എന്തൊക്കെയാ എന്റെ മാലതി കൊച്ചുമ്മ വിശേഷങ്ങൾ? വിശേഷമൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായി കുട്ടി? ആഹാ, ഞാനിവിടെ സർപ്രൈസ് വിസിറ്റ് തന്നിട്ട് മുത്തൂസിനെ കൊച്ചിനെയാണോ അറിയേണ്ടത്? എന്താണ് മുത്തൂസെ, ഡൗട്ടാണോ? ആണെങ്കിൽ എനിക്കെന്താ സംശയിച്ചൂടെ? അയ്യോ, ഞാനും ചേട്ടനും സിസ്റ്ററും ബ്രസീലും പോലെ, ബ്രദറും സിസ്റ്ററും പോലെ. ഐഷ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ മോളെ. അല്ലെങ്കിൽ ഈ മന്ദപ്പനൊക്കെ എവിടുന്ന പെണ്ണിട്ട്? വാട്ട്? സർപ്രൈസ് വിസിറ്റ് തന്നിട്ട് അപമാനമോ? ഇതിനൊക്കെ സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞതിന് ഇനിയും അപമാനിക്കും. പക്ഷേ ശരിക്കും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ട് നീ വന്നില്ലെങ്കിൽ സർപ്രൈസ് ആയേനെ. നിങ്ങളെ പറ്റി നല്ല മതിപ്പാണല്ലോ മിസ്റ്റർ. ഓ, ശവത്തി കുട്ടാതെ മിണ്ടാതിരി. എന്ത് പരിപാടി? ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാനിവിടെ ചുമ്മാ വന്നതാണ്. അയ്യോ, അതെല്ലാവർക്കും ഇവിടെ അറിയാലോ. ഒന്ന് പോടെടുക്കാം. അതൊക്കെ പോട്ടെ. മോളുടെ പേരെന്താ? ആഗ്നിയ. ആഹാ, നല്ല പേരാണല്ലോ. എല്ലാരും പറയും നല്ല പേരാണ്. എനിക്ക് അറിയാം. ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണോ? ഡോക്ടറാണോ? അയ്യോ, ഞാൻ കണ്ടാലേ അറിയാം ഡോക്ടറാണെന്ന്. ഡോക്ടറിന്റെ ഡോക്ടർ ഒരു വീട്ടിൽ കിടക്കട്ടെ.
പക്ഷെ എന്റെ ജേർണലിസത്തിലെ കഴിവ് അതിവിടെ അറിയിക്കണ്ടേ? അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന്, അനന്തു ഗാതമോളില്ലേ? ആഹാ, അമ്മയും കൊച്ചുമോനും ഇവിടെ നിന്ന് കത്തി വെക്കുവാണോ? അച്ഛാ, എന്താടാ? അബി ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി നിങ്ങളൊക്കെ വരുന്നുണ്ട് കൂട്ടാൻ പോവാന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊന്ന് ഞെട്ടി. എങ്ങനാ ഞെട്ടാണ്ടിരിക്കുക? ഇന്നലെയും കൂടെ വിളിച്ചല്ലേ, എന്നിട്ട് ഒരക്ഷരം പറഞ്ഞു വരുന്നതിനെ പറ്റി. അത് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ. ആ, നല്ല സർപ്രൈസാ. ഒരു ടീം സർപ്രൈസ് തന്ന് കിളി പാറിച്ചതേ ഉള്ളൂ. ഇവിടുത്തെ പെൺപിള്ളേരൊക്കെ രാവിലെ എങ്ങോട്ട് ഇറങ്ങിയതാ. നമ്മളാകെ കിളി പാറി തെരച്ചിലായിരുന്നു അവര്. പിന്നെ അബി നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലായത് നിങ്ങളെ കൂട്ടാൻ വന്നതാവുന്നു. അവര് കൂട്ടാൻ വന്നതായിരുന്നു. വരുന്നുണ്ട്. ട്രാഫിക്കിൽ എന്തോ പെട്ടുപോയിന്ന് തോന്നുന്നു. പാറും വെച്ചും ദീപും ഒക്കെ അവരുടെ കൂടെയാ. ആഹാ, എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് പോന്നൂടായിരുന്നു? അവര് പയ്യെ വന്നോളാന്ന് പറഞ്ഞതാ. ആ, ഇനി ഏതായാലും വരുമ്പോ വരട്ടെ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഏതായി കുട്ടി? എന്റെ പപ്പ, നീ ഒന്ന് നിർത്തി നിർത്തി ചോദിക്കേ. ആനന്ദു, നീ വന്നോ മോനെ? അമ്മേ, I missed you. ഓ, ഈ ചെറുക്കൻ. ആഹാ, അനന്തൂട്ടം വന്നോ? ആ അച്ഛമ്മേ, എന്തൊക്കെയാ? സുഖായിരിക്കുന്നു. ആടാ, ഏതായി കുട്ടി? ഇത് അവിടെ ഉള്ള ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയാ. ആൾക്ക് നമ്മുടെ നാടൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോ കൂടെ കൂട്ടിയതാ. ശ്രീദേവി ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്റെ ദേവി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ചിലപ്പോ സിമ്മിന്റെ വല്ല പ്രശ്നമാവും. ഞാൻ എന്റെ ഫോണിൽ ട്രൈ ചെയ്തു. കിട്ടിയോ? ആ, കിട്ടുന്നുണ്ടല്ലോ. ഹലോ ഹലോ, റേഞ്ചിന്റെ എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് ഹോളിലേക്ക് നിൽക്കാം. ഹലോ, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കാവോ ഡോക്ടറെ? ഹലോ ഹലോ ഹലോ. അയ്യോ, ഞാൻ തിരിച്ചു വിളിക്കാം. എന്തോ ഇയാളെ ഇങ്ങനെ ഏതോ കാട്ടിലാന്ന് തോന്നുന്നു ദേവി. റേഞ്ച് കിട്ടുന്നില്ല. ഹലോ, ദേവി ആന്റി, ശ്രീദേവി ആന്റി, രണ്ടുപേരും എന്താ പരിപാടി? ആ, അനന്തൂട്ടാ. രണ്ടുപേരും എന്താ പരിപാടി? അയ്യോ, അതാ ഗാഥനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല അവള്. കൊറേ നേരം പെണ്ണിനെ വിളിക്കുന്നു. വിളിച്ചിട്ട് മൂടുന്നതല്ലാതെ പെണ്ണിന് വേറൊരു ബോധമില്ല. അപ്പോൾ നമ്മള് ഡോക്ടറെ വിളിക്കായിരുന്നു. ഡോക്ടറാണോ നിങ്ങൾ വിളിച്ചോണ്ടിരുന്നേ? എന്നാ അത് വെച്ചേക്ക്. ഇവിടെ 2 വൈദ്യന്മാരല്ലേ നിൽക്കുന്നേ. ആ, അത് ശരിയാണല്ലോ. ഈ കൊച്ചും ഡോക്ടറല്ലേ? എന്നാ പിള്ളേരെ നിങ്ങളൊന്ന് പെട്ടെന്ന് നോക്കൂ. ഇതെന്താ ദേവിയാന്റി തിരക്ക് കാണിക്കുന്നത്? പെണ്ണാണ് വരുന്ന ഡോക്ടർ പയ്യും വൈകിയേ വരത്തുള്ളൂ, മെല്ലെ എഴുന്നേറ്റാ മതി എന്ന് പറഞ്ഞിട്ട്. ആ അബി, ആ ഡോക്ടർ പോയി മെല്ലെ വരത്തുള്ളൂ. പക്ഷെ ഗാഥന പെണ്ണാണ് വരുന്നവര് നേരത്തെ വരും. അപ്പൊ ഗാഥന പെണ്ണാണ് വരുന്ന ഡോക്ടറല്ലേ? മറ്റേ ഓസ്ട്രേലിയയിലെ? അല്ല, വരുന്ന വഴിക്ക് ഭദ്ര പറഞ്ഞായിരുന്നു. ആ അറിവില് ചോദിച്ചതാ. ആ, ഡോക്ടർ വൈകിയേ വരത്തുള്ളൂ. പക്ഷെ അത് ശ്രീലുമോളെ പെണ്ണ് കാണാനാ. ആ കാര്യം വൈകി നോക്കിയാൽ മതി. ആ സമയമാകുമ്പോഴേക്ക് ഉടായ്പ കാണിച്ച് എയർപോർട്ടിൽ പോയ പിള്ളേരിങ്ങെത്തും. പക്ഷെ ഗാതമോളെ കാണാൻ വരുന്ന ചെറുക്കൻ കുറച്ചു മുമ്പേ വിളിച്ചപ്പോ ഇങ്ങെത്താറായി എന്ന് പറഞ്ഞതാ. അപ്പൊ അവളെ പെട്ടെന്ന് വിളിച്ച് എണീപ്പിക്കണം. ഇത് കള്ളക്കളിയല്ലേ? അതല്ല, എല്ലാരോടും പെണ്ണാണ് ഒരാള് വരുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റി പറയുന്ന. ആ, ഉള്ളതുപോലെ ഇവിടെയുള്ള കുറുട്ട് ബുദ്ധിക്കൂട്ടങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ പെണ്ണാളിൽ നടക്കുന്ന ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റി പറഞ്ഞത്. ശ്രീലുവിനെ കാണാൻ വരുന്ന ഡോക്ടർ പയ്യന്റെ വീട്ടിലെ ഏകദേശ അവസ്ഥ ഇതൊക്കെ തന്നെ. എന്തുവാ? മോളെ, ആ ചെറുക്കൻ ഒരു അനീതി ഉണ്ടെന്നാ കേട്ടത്. അതും ഇവിടെയുള്ള ഉടായ്പകളൊക്കെ പോലെ തന്നെ. അതുകൊണ്ട് ആ പയ്യന്റെ വീട്ടിലും അവരുടെ അച്ഛനും അമ്മയും പെണ്ണാണം വരുന്ന കൊച്ചിനെയൊക്കെ മാറ്റിയാ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ. അല്ല, അപ്പാരാ ശരിക്കും ഗാഥന പെണ്ണാണ് വരുന്നത്? ദൈവമേ, അവരെത്തിന്നാ തോന്നണേ. എന്നാ ഞങ്ങളൊന്ന് അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ. അനന്തൂട്ട മോളെ, നിങ്ങളൊന്ന് ചെല്ല്. എങ്ങനെയും ഗാഥമോളെ ഒന്ന് വിളിച്ചെണീപ്പിക്കേ. എന്നാലും ആരായിരിക്കല്ല ചെറുക്കൻ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. പോവല്ലേ? ഓ മിസ്റ്റർ ആനന്ദൻ, ഡോണ്ട് ബി സില്ലി. ഇങ്ങളെ പോലത്തെ ഓൾഡീസിന്റെ ബുദ്ധി നമ്മളെ കുരുട്ട് ബുദ്ധിന്റെ മേലെ കയറി സ്കോർ ചെയ്തെന്ന് തനിക്ക് അറിയാലോ. പ്ലാനൊക്കെ നാസകോസമായെന്ന് അറിയാലോ. അപ്പം ഇനി ഗാഥന വേണമെങ്കിൽ പ്ലാൻ പുതുക്കി പണിയണം. പ്ലാൻ നല്ല അന്തസ്സിലും വൃത്തിയിലും പുതുക്കി പണിയണമെങ്കിൽ ഇപ്പൊ വന്നേക്കുന്നത് ആരാന്ന് നമ്മൾ അറിയണം. നേരത്തെ പറഞ്ഞ കച്ചറൊക്കെ മാറ്റിയിട്ട് നമ്മൾ വല്ല മാന്യമായ പ്ലാനും നോക്കണം. അതിനാണ് പുത്താൻ പോകുന്നത്, അല്ലാണ്ട് ചെക്കന്റെ ചൊറുക്ക് കാണാനല്ല. എന്തോന്ന് ചെറുക്കന്റെ മുറുക്കോ? ചെറുക്കന്റെ മുറുക്കല്ല, സാൻഡ്വിച്ച്. ഒന്ന് പോകുരുപ്പേ. ചൂടാണോ? ആ, ആവും. അതിന് ഞാൻ എന്നാ ചെയ്ത്?
മുറുക്കെന്ന് ഞാനാണ് പറഞ്ഞ. മിസ്റ്റർ അനന്തൻ ചെങ്ങായി, ഇങ്ങക്ക് ഈ പെങ്ങളെ ബാക്കി വേണേൽ എടുത്തോണ്ട് പൊക്കും. ഇവൾ ആദ്യം തൊട്ടേ കരുതിക്കൂട്ടി എന്നെ അപമാനിക്കുക. എനിക്ക് ഇഷ്ടാവുന്നില്ല, ഒട്ടും ഇഷ്ടാവുന്നില്ല. ഓ, എനിക്ക് മുറുക്ക് വേണമെന്ന് പറയാൻ പേടിച്ചിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്ന. ഇത്താ മോളേക്ക് മാണ്ടിയേ കുറെ നേരമല്ലോ. ആത്മീ, നീ ഇപ്പൊ ചെറുക്കനെ ആരാന്ന് വെച്ചാ കണ്ടുവാ. ഇവിടെ ഇരുന്ന് രണ്ടും കൂടെ അടിയിടല്ലേ. അപ്പൊ ചെറുക്കന്റെ കയ്യിൽ തന്നെയല്ലേ മുറുക്ക്? അയ്യോ അല്ല, എന്റെ കയ്യിലാ. എന്നാലും ആ ചെക്കൻ ഏതായിരിക്കും? മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റേ മുമ്പത്തെക്കാളും സുന്ദരം. പോയി പോയി പോയി, കയ്യിന്ന് പോയി, എല്ലാം പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ? എന്താ? ആരാണ്? നീ എന്താ ഇങ്ങനെ കൂടി വരുന്നത്? ഏതോ കാലവാടെ തന്റെ ലൈൻ സെറ്റ് ഒക്കെ നോക്കിയിട്ട് എന്റെ ലൈൻ പകുതി പോകുന്ന മട്ടാണല്ലോ. എനിക്കൊന്നും അറിയണ്ട, 10 മിനിറ്റില് ഇത് മുടങ്ങണം. ഈ പെണ്ണ് കാണലും മുടങ്ങണം. എക്സ്ക്യൂസ് മീ, ഇവിടെ ഞാൻ പറഞ്ഞു നിൽക്കുന്നത് നീ കാണുന്നില്ലേ? എന്റെ കൊച്ചിനെ ഏതോ ലവലാതിയുടെ മുന്നിൽ ഒരുക്കി കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമുണ്ടോ? സമ്മതിക്കരുത്, ഒരിക്കലും സമ്മതിക്കരുത്. അതാ ഞാൻ പറയുന്നത്, ഇത് മുടക്ക്. പിന്നെ എന്താണ് ഈ ബാലസംഘം? അതും ഇതും തമ്മിലുള്ള കണക്ഷൻ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ബാലസംഘം അനന്തേട്ടാ, ജസ്റ്റ് ഡു ഇറ്റ്. ഏയ് ഒന്ന് പോയേ, അതൊന്നും ശരിയല്ല. എന്ത് ശരിയല്ല? താനത് ശരിയാക്കിയേ പറ്റൂ. താനിപ്പോ ഇത് മുടക്കിയില്ലെങ്കിൽ ഗാദേനെ കൊണ്ട് ഞാൻ ഒളിച്ചോടും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കേറി പോടോ. അയ്യോ, അത് ശരിയാവൂല. നമ്മൾ ഒറ്റയ്ക്കായ ശരിയാവൂല. ഐ മീൻ ഞാനും അവളും. എന്താ അനന്തേട്ട കണ്ണി ബ്ലഡ് ഇല്ലാത്ത വർത്താനം പറയല്ലേ? പ്ലീസ് ഒന്ന് കേറിപ്പോ. എന്തേലും പറഞ്ഞില്ലോ, അതൊന്നും മുടക്ക്. ആത്മീ, എന്നാലും കേറി പോടോ. കടവുളെ, എന്റെ കോഴി പരമ്പര ദൈവങ്ങളെ കാത്തോളണേ. ഓ, അങ്ങനെ നോക്കാതെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഇതേതായി പുതിയ സ്മെല്ല്? ഇവള് പെർഫ്യൂം മാറ്റിയോ? ഓ, മനുഷ്യനുള്ള പണി മൊത്തം തന്നു വെച്ചിട്ട് അവള് കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫട്ടയക്ഷി. ഇങ്ങനെ വയ്യമ്മ കുളിക്കാൻ, ഞാൻ നാളെ കുളിച്ചോളാം പ്ലീസ്. ഈ അടക്കിയ കുരുവിയുടെ വൃത്തിക്കൊരു മാറ്റമില്ലല്ലോ ദൈവമേ. ഞാനിപ്പോ അതിനൊന്നല്ലല്ലോ ഇങ്ങോട്ട് കയറി. ഓയ് ഗാഥ, എണീക്ക്. എണീക്കൂല. ദേ പൊന്നു മോളെ, എൽഞ്ഞിക്കര യക്ഷി, മര്യാദക്ക് എണീറ്റോ, ഇല്ലെങ്കിൽ തല വഴി വെള്ളം ഒഴിക്കും ഞാൻ. We need to talk. എണീറ്റ് വാ. ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. വാട്ട് യു മിസ്റ്റർ ചെറുക്കല കാമദേവൻ എഗെയിൻ? ഞാൻ പറഞ്ഞത് ഒരിടെ ഒരു സ്വപ്നത്തിൽ വന്നാൽ മതിയെന്ന്. ഇയാൾ എന്തോന്നിത്? മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഭ്രാന്തൻ. ഭ്രാന്തൻ ആൻഡ് കാമദേവൻ? ആരടി നിന്റെ കാമദേവൻ? താൻ തന്നെ. എന്ത്, താൻ കാമദേവനല്ലേ? അല്ല, നിന്റെ അമ്മായിച്ചന്റെ കാലദേവനാ. എന്തേ? എടോ ഓസ്ട്രേലിയൻ തെണ്ടി, താൻ എൻ്റെ അമ്മായിച്ചനെ പറയുന്നോ? അതെ, എന്താ കേട്ടില്ലേ? ഇനിയും പറയണോ? നിന്റെ ചൊറി പിടിച്ച അമ്മായിച്ചൻ, പിത്തക്കാള, ഭ്രാന്തൻ. ഇനിയും തടി, നിന്റെ വക വല്ല കോൺട്രിബ്യൂഷനും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നോ. എടക്കാട്ട് കാവർക്കേ, എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ തരാടാ നിനക്ക്. കാട്ട് ജീവൻ പോലെ താവി ആശയെല്ലാം കേക്കട്ട. കണ്ണെ ഒന്ന തൂക്കി കാണാ ദൂരം പോകട്ട. കാട്ട് ജീവൻ പോലെ താവി. എന്റെ പെണ്ണെ, അടങ്ങിക്കോ. കുരുത്തക്കേട് കാണിച്ച് എന്നെ വഴി തെറ്റിക്കാനാണ് അറിയാലോ നിനക്ക്. എനിക്ക് നിന്റെ അടുത്ത് ഒരു കൺട്രോളും ഇല്ലാത്തത്. അതിന് ഞാൻ എന്നാ വേണം? അതെന്റെ കാര്യമല്ല. തനിക്ക് എൻ്റെ അമ്മായിച്ചനെ വിളിക്കണമെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയേ ചെയ്യും. ഓഹോ, അങ്ങനാണോ? എന്നാ പൊന്നുമോള ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഏയ്
ഡോണ്ട് ടച്ച് മീ. വാ, എൻ്റെ ക്ഷീരം മുടി കുറച്ച് നീണ്ടല്ലോ. ദൈവമേ, ഇതിനെന്താ ഭയങ്കര റിയൽ ഫീൽ. ഇനി ഇത് വല്ല അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. എക്സ്ക്യൂസ് മീ, താൻ എന്തിനാ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഓ, തൻ്റെ ചിരി ഞാൻ നിർത്തി തരാം. ആ കടിക്കല്ലേ. ഓ, ഇവിടെ ഒരു പെണ്ണുകാളിൽ വരുമ്പോഴേക്ക് എന്തിനാ ഇത്രയൊക്കെ തട്ടിയടിച്ച് വാരിപ്പിക്കുന്നത്?